ആലുവ പുക്കാട്ടുപടി മെയിൻ റോഡിനോട് വളരെ അടുത്തായിട്ട് ഏകദേശം ഒരു 100 മീറ്റർ മാറിയിട്ടാണ് മെയിൻ ജംഗ്ഷൻ വരുന്നത്. ആലുവയ്ക്ക് വളരെ അടുത്തായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 സെൻറ്റ് 600 ലെങ്സിലാണ് ലാൻഡ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് 3 BHK ആണ്. കാക്കനാട് ഇൻഫോ പാർക്ക് എടപ്പള്ളി റൂട്ടും വളരെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 10 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിൽ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്കിനി വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ടെക്സ്ചർ വർക്കോട് കൂടിയ ഒരു ബോക്സി ഡിസൈനാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ആ ഭംഗി തന്നെ നമ്മുടെ മതിലിനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പോർച്ച് ഒരുക്കിയിരിക്കുകയാണ്. കടപ്പാക്കല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഫ്രണ്ടിൽ ടൈല് പാകിയിട്ടുള്ളത്. മാത്രമല്ല നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ലൊരു വെല്ലും വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മോട്ടറിന് സ്വിച്ച് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഒരു ചെറിയ വാഹനം നമുക്ക് ഫ്രണ്ടിൽ ഇടാനുള്ള സ്പേസും കൂടി ഉണ്ട്. ഇങ്ങനെ ഇവിടെ ചെടികളോ 2 വീലറോ മറ്റും വെക്കാനുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നല്ല വീതിയുള്ള സിറ്റൗട്ടാണ് കിട്ടിയുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ കാണുന്ന വിൻഡോ, ഫ്രഞ്ച് വിൻഡോ ഫുൾ പാനൽ ചെയ്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. ഈസ്റ്റിലേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. അകത്തേക്ക് വരാം. നല്ല 13 അടിയോളം നീളം വരുന്നുണ്ട്. ലിവിങ് സ്പേസിന് 13 അടിയോളം നീളം ഉള്ളതുകൊണ്ട് തന്നെ വലിപ്പമുള്ളൊരു സോഫ സെറ്റീസ് നമുക്ക് ഈസി ആയിട്ട് ഇടാവുന്ന രീതിയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസാണ് ഇവിടെ വരുന്നത്. ഇത് നോർത്ത് സൈഡാണ്. ഇത് വെസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്ചറാണ് മേലെ കൊടുത്തുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മനോഹരമായിട്ട് യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസ് നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. കയറി വരുമ്പം ഡൈനിങ്ങിൻ്റെ എൻട്രൻസിലായിട്ട് ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വലിയൊരു പിക്ചേഴ്സ് നമുക്ക് തൂക്കാവുന്നതാണ്. ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും കയറുന്ന ഒരു സ്പേസാണ്. നല്ല ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുള്ളത്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. നല്ല സ്ട്രെയിറ്റ് ചാനൽ ഡൈനിങ് ഏരിയ ആണ്. ഇരുവശങ്ങളിലും വിൻഡോസ് വരുന്നുണ്ട്. അതായത് ഇവിടെ നോർത്ത് സൈഡാണ്, അവിടെ പെർഗോളാസ് വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. DB യൂണിറ്റാണ് ഈ വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 3 ഫേസ് ലൈനാണ്. ഗീവിൻ്റെ ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് ഷെൽഫാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമുള്ളൊരു കോൺക്രീറ്റ് ഷെൽഫ് കിട്ടുന്നുണ്ട്. അപ്പം 2 സെക്ഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ കോൺക്രീറ്റ് സാധനങ്ങൾ വയ്ക്കാം. ഇവിടെയും വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. കിച്ചൻ്റെ ടൈൽ പാറ്റേൺ ഒരു വുഡിൻ്റെ ടെക്സ്ചർ മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഒരു കാർവിംഗ് ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും കോക്കും വയ്ക്കാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെയായിട്ടും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഡോറ് നോക്കാം നമുക്ക്. കിച്ചന് വെളിയിലുള്ളൊരു സ്പേസാണ്. അത് നല്ലൊരു വർക്ക് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളും മറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡോർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ള നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഔട്ട് സൈഡിൽ ധാരാളം സ്പേസ് ഉണ്ട്. അതായത് കിച്ചന് വെളിയിലായിട്ട് ധാരാളം സ്പേസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നടാനുള്ള സ്പേസും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിന് ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിനടിയിലായിട്ടാണ്. അപ്പം ഹൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒന്ന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. സെരയുടെ ഫിറ്റിങ്സ് ആണ്. നല്ലൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു മിററും ലൈറ്റും മാത്രമേ വരാനുള്ളൂ. ലൈറ്റിനുള്ള പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടറിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്.
നേരെ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത്. ഇതിൻ്റെ നീളം തന്നെ 14 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫോൺ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇരുവശങ്ങളിലായിട്ട് വിൻഡോസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഒരു കളർ ഡിഫറൻസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു മിറർ വരുന്നുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവേറ്ററാണ് വന്നുള്ളത്. അതും ജാഗോൻ്റെ ഡയവേറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്, അതും സെറിയുടെ തന്നെയാണ്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡോർ വന്നിരിക്കുന്നത് ഫൈബർ ഡോർ തന്നെയാണ്. ഇനി നമുക്ക് അപ്പ് സ്റ്റെയറിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ ആണ്. കയറി വരുമ്പോൾ സ്റ്റെപ്പിന് അഭിമുഖമായിട്ട് നല്ലൊരു പെർഗോളാസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ മേലെയും ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയുള്ളത്. ഇവിടെ ആയിട്ട് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഹെഡ് പൊസിഷൻ നമുക്ക് സൗത്തിലേക്ക് വെക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവേറ്റർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്ററിൻ്റെ പോയിന്റ്, റെയിൻ ഷവർ എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഐറ്റങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജാഗുവറിൻ്റെയാണ് ഡയവേറ്റർ എന്നുള്ളത്. ബാക്കിയെല്ലാം സെറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അതായത് അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 10 അടി വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനോട് കൂടി ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, അതുപോലെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേറ്റർ തന്നെയാണ് എന്നുള്ളത്. റെയിൻ ഷവറും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് എവിടെയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. നല്ല സ്പേസ് ഉണ്ട് യൂട്ടിലിറ്റി ഏരിയയിലേക്ക്. അപ്പം താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 4x2 മാറ്റ് ടൈൽ, ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ പോയിൻ്റ്, പവർ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അലക്ക് വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഈസി ആയിട്ട് മേലേക്ക്, അതായത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫൻഡ് ഗ്ലാസ്സുമാണ് വന്നുള്ളത്. ഈ ഹാൻഡിലിന് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ചെയർ നല്ല സ്പേസ് നമ്മുടെ ബാൽക്കണിക്ക് തന്നെയുണ്ട്. മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇത് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കുഞ്ചാട്ടിയര മെയിൻ ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം ദൂരത്തായിട്ട് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 സെൻറ്റ് 600 ലിങ്സ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. മെയിൻ ജംഗ്ഷനോട് വളരെ അടുത്തായതുകൊണ്ട് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ്. ചോദിക്കുന്നതായിട്ട് 65 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.